നമ്മളെ സ്കൂൾ ഓണത്തിൻ്റെ പരിപാടിയെ കൊണ്ട് നമ്മളും നേരത്തെ എത്തി കിട്ടോ. നേരത്തെ എത്തിയ ഉടനെ ഞാൻ നേരെ ഊട്ടുപുരയിലേക്ക് പോയി. ഊട്ടുപുരയിൽ പോയവരുണ്ട് നമ്മളെ കുട്ടേട്ടൻ എന്താക്കുന്നത് വായായാലും എന്താ മത്താച്ചിട്ട വാതോർന്ന് പറഞ്ഞോടെന്ന് ചോദിച്ചിട്ട് വായൻ്റെ ഇലേൻ്റെ കഥയൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ട്. മൂപ്പർ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിച്ച് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. തായർക്കണ്ട് രാജേട്ടനോട് മേക്കപ്പ് ഇട്ട് എല്ലാവരോടും വന്ന് വായൻ്റെ ഇല തുടക്കിയെന്ന് പറഞ്ഞപ്പം തന്നെ എല്ലാവരും വായൻ്റെ ഇല വന്ന് തുടച്ചിട്ടോ. പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. ഒരു പണിയും എടുക്കാണ്ട് സുധിയേട്ടനുണ്ട് ഇന്നലത്തെ പത്തെടുത്ത് വായിക്കുന്നത്. പിന്നെ ചായ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആരും വരാത്ത എല്ലാവരും എത്തിയിട്ടോ. ഉള്ള ഡ്രൈവർമാർ മൊത്തം ഇവിടെ തീൻ്റെ ഉള്ളിലേക്ക് എത്തി. പിന്നെ നമ്മൾ സെമൂന്നും പറഞ്ഞിട്ട് സമൂസ അങ്ങ് കൊണ്ടുവന്നു കേട്ടോ. സമൂസ അങ്ങ് കൊണ്ടുവന്ന പാടനെ ഒന്നും നോക്കണ്ട സാറേ, അക്ഷയുണ്ട് നല്ലോണം അടിക്കുന്നു. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുണ്ട് എന്താക്കുന്ന ഒരു ഡ്രൈവർ ആടെ പോയിട്ട് എടുത്ത് തിന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഹൃത സാറുണ്ട് സമൂസയെന്ന് കണ്ടിപ്പരിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അടങ്ങി നിൽക്കുന്നത്. ഇയാളെന്താ ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ട് എനിക്ക് അച്ചാർ വിളമ്പാൻ കയ്യിൽ ഞാൻ വെള്ളം ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഇതാക്കുന്നത്. പിന്നെ രാഹുൽ സാർ ഗ്രൗണ്ടിൽ നിന്ന് വർത്തമാനം പറയുന്നതിനോട്ട് നേരെ അടുത്തേക്ക് വന്ന് ക്ലാസ്സിൽ വന്നിട്ട് ഇവൽക്കൊക്കെ ക്ലാസ് എടുത്തു കേട്ടോ. ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇവൽക്കൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എന്താക്കി നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ടിൽ പോയി വെക്കുന്നുണ്ട് മൂന്നാളുണ്ട് കറുത്ത ഷർട്ട് ഇട്ടിട്ട് വരുന്നത്. ചട്ടീൻ്റെ കളറിലെ ഷർട്ട് ഇട്ടിട്ടാണ് ആര് വരുന്നത്? നമ്മളെ കുട്ടേട്ടനും അതിൻ്റെ ഫ്രണ്ടും വരുന്നത്. അങ്ങനെയെല്ലാം കൂടി നമ്മളെ ബാബുവേട്ടനുണ്ട് എന്താക്കുന്നത് കുറുവാരിയും പുന്നാരി എന്ന് പറഞ്ഞ് രണ്ട് തരം ധരിക്കാൻ ചെയ്തിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ഞാൻ നേരെ അടുക്കളയിലേക്കും പോയി. അടുക്കളയിൽ പോയി നോക്കുന്നവരുണ്ട് മക്കളെ സ്വന്തം പോരത്തെ അടുക്കള കാണാത്ത എല്ലാ ഡ്രൈവർമാരുണ്ട്. നമ്മൾ സ്കൂളിൻ്റെ അടുക്കളയിലേക്ക് പോയി ഒന്നും നോക്കുന്ന സമയത്തുണ്ട് നമ്മൾ അക്ഷയൻ്റെ സ്റ്റിക്കർ വരയ്ക്കുന്നത്. അത് കണ്ട ഉടനെ ഞാൻ നടന്ന് മുങ്ങിയത് പിന്നെ പൊങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കാണുന്നുണ്ട്. നമ്മളെ സിനി മിസ് എന്താക്കുന്നത് ബാഹുബലിയിൽ കട്ടപ്പറ്റാൻ പോകുന്നതിനോട്ടാണ് മൂപ്പർ പപ്പടം തൂക്കി പോകുന്നത്. അത് കണ്ട അവിടെ വാവട്ടം പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് ചാനൽ ഇഷ്ടമായിക്കൊണ്ട് സബ്സ്ക്രൈബും ബെല്ലൈക്കണമൊക്കെ അമർത്തിയാക്കി ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരൊന്ന് ഫോളോയും ചെയ്തേക്കെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഊട്ടുപുരയിലൊക്കെ ആരും വരരുത് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചുവന്ന ചുരിദാറിട്ട് ഒരാൾ അടങ്ങി നിർത്തി. ഇതാണ് കേട്ടോ നമ്മളെ സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഖാനോട് പറഞ്ഞ പാടന്നെ ചോറൊക്കെ വിളമ്പിയതിന് ശേഷം മൂപ്പർ ആദ്യം കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസമാട്ടോ കൊണ്ടുപോയത്. സാമ്പാറാണെന്നും വിചാരിച്ച് കൊണ്ടുപോയത് പിന്നെ മാറിപ്പോയി. പിന്നെ പപ്പടം കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഒരാൾ ഇറക്കി, അയാളാണ് ഇയാൾ. പിന്നെ ബാബുവേട്ടനുണ്ട് ഒരു കുട്ടിക്ക് വെള്ളം പാർന്നു കൊടുക്കുന്നത്. വെള്ളം പാർന്നു കൊടുക്കുന്നേരം മറ്റേ കുട്ടീൻ്റെ കൂടെ വെച്ച് വെള്ളം വേണമെന്ന് വെച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മീറ്റു എന്നാണ് പറഞ്ഞത്. അന്നേരം മൂപ്പർ ബാബുവേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ മോളെന്ന്. പിന്നെ ആടെ ഇങ്ങനെ പറയുന്നതായിട്ട് ഗോ ടു ഇൻസൈഡ് എന്ന് പറഞ്ഞ പാടന്നെ ബാബുവേട്ടൻ പറയുന്നത് വെച്ചുകൊണ്ട് ഇൻസൈഡ് ചെയ്യാൻ എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇൻസൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കുട്ടീനോട് പറഞ്ഞതാ എന്ന് പറഞ്ഞ പാടന്നെ ബാബുവേട്ടൻ ആടുന്ന് മുങ്ങിട്ടോ. പിന്നെ പൊങ്ങി അയച്ചുകൊണ്ടെങ്കിലും മഹാബലിനോട് ഞാൻ ചോദിച്ചൊന്ന് ചിരിക്കുമെന്ന് വെച്ചപ്പോൾ മഹാബലി പറഞ്ഞു വെച്ചുകൊണ്ട് ഫുള്ള് മേക്കപ്പ് അതിനെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്നില്ലെന്ന്. അതിൻ്റെ അടുക്കും ബാബുവേട്ടൻ എന്താക്കുന്നുണ്ട് കാണുന്നുണ്ടോ. അത് കണ്ട ഉടനെ ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ടിൽ പോയ സമയത്താണ് നമ്മൾ ആരെ കാണുന്നത്? രാഹുൽ സാറെ പിന്നെയും കാണുന്നത്. രാഹുൽ സാറിൻ്റെ കീരിക്കാടൻ ജോസ് നിൽക്കുന്നതിനോട്ട് അടങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞനുണ്ട് കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ നോക്കേണ്ട മക്കളെ കുട്ടികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഓണാശംസകൾ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോറുന്നാൻ വേണ്ടിയിട്ട് നേരെ ഊട്ടുവരയിലേക്ക് പോയി നോക്കുന്നുണ്ട്. ഒരാളുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇയാൾ പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ കണ്ണുകൾ പകുത്ത് ചീഞ്ഞ് എടുക്കുകയാണ്. അതുകൊണ്ട് എന്താക്കിയില്ല, ഞാൻ കണ്ണട ഊരില്ല, കണ്ണ ഇട്ടിട്ടാണ് പോരെന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊന്ന് ഫോളോ ചെയ്തേ കേട്ടോ.